ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടുവെന്ന് കോടതി. തന്ത്രി ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. തന്ത്രിക്ക് ദേവസ്വം ബോർഡ് തീരുമാനങ്ങളെ മറികടക്കാൻ കഴിയില്ല. ആരോഗ്യാവസ്ഥയും മതപരമായി നിർവഹിക്കേണ്ട ചുമതലകളും കൂടി പരിഗണിച്ചാണ് ജാമ്യം നൽകിയതെന്നും കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു. ലിജോ റോളൻസ് ചേരുകയാണ് വിവരങ്ങളുമായി. ലിജോ, ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല, മാത്രമല്ല തെളിവുകൾ ഹാജരാക്കുന്നതിൽ SIT പരാജയപ്പെട്ടു എന്നുകൂടി കോടതി പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി SITയുടെ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ ഈ ജാമ്യം നൽകിയതിനെതിരെ മുന്നോട്ട് പോകാൻ സാഹചര്യമില്ലല്ലോ. മഹേഷ്, കഴിഞ്ഞ ദിവസമാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി 2 കേസുകളിലും ജാമ്യം ലഭിച്ചത്. അതായത് അറസ്റ്റിലായി 41 ദിവസമാകുമ്പോൾ തന്നെ തന്ത്രിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ജാമ്യ ഉത്തരവ് ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. 94 പേജുള്ള ഒരു ജാമ്യ ഉത്തരവാണ്. ഇതുവരെ വന്നതിലൊന്നും ഇത്രയും ദീർഘമായ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ കൃത്യമായി കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ എന്തുകൊണ്ട് തന്ത്രിക്ക് ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. തന്ത്രി ഉയർത്തിയ ഒരു വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് പങ്കുള്ളത്. അവിടെ ആ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ, ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള ഒരു കാര്യം പ്രഥമ ദൃഷ്ടിയ തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ വിധിയിൽ ഉൾപ്പെടെ, അതായത് ജാമ്യ ഉത്തരവിൽ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം അപ്പാടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്ത്രി ഗൂഢാലോചന നടത്തിയതിന് ഉൾപ്പെടെ തെളിവുകൾ ഹാജരാക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്തുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്. ഈ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തന്ത്രി പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് മഹസറിൽ ഒപ്പുവച്ചിട്ടില്ല? അതായത് അങ്ങനെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരാൾ തീർച്ചയായും അത്തരത്തിൽ ഒപ്പുവയ്ക്കില്ലേ എന്നുള്ള ഒരു കാര്യവും കോടതി ഈ ജാമ്യ ഉത്തരവിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളെ മറികടക്കാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നത്. എന്തായാലും ജാമ്യം നൽകിയിരിക്കുന്നതിൽ ആരോഗ്യാവസ്ഥയും തുടർ ചികിത്സകളുടെ ആവശ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തന്ത്രിക്ക് വേണ്ടി അഭിഭാഷകൻ കോടതി അറിയിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് തന്ത്രിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ നിന്നുൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 100-110 ദിവസത്തോടടുത്താകുന്നു. ഇതുവരെയും അതിന് കഴിയാതെ വന്ന് അതൊരു വീഴ്ച വന്നിരിക്കുന്നു. രണ്ടാമത്, ഇപ്പോൾ തന്ത്രിയുടെ ജാമ്യ ഉത്തരവിൽ തന്നെ SIT എന്തൊക്കെയാണോ പറഞ്ഞത് അതിനെല്ലാം ഖണ്ഡിക്കാനായി പ്രതിഭാഗത്തിന് കഴിഞ്ഞു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.